ഏകദേശം മിനി കൂപ്പറിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് മോനെ. ഹലോ, നമസ്കാരം. ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ മിനി കൂപ്പറിന്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് മിനി കൂപ്പർ എന്തായി എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് പുറത്തുള്ള വേറെ വർക്കുകളൊക്കെ വന്നുകൊണ്ടാണ് നമ്മുടെ വണ്ടി ചെയ്യാനായിട്ട് ഇത്തിരി താമസം വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മിനി കൂപ്പറിന്റെ വർക്ക് തന്നെ ആയിരിക്കും കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ടയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടയറൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. കണ്ടതെ ഇത്തിരി വെളിച്ചക്കുറവുണ്ട് വണ്ടിയുടെ വർക്ക്ഷോപ്പിന്റെ അകത്തായതുകൊണ്ടേ. കണ്ട, അപ്പോൾ ടയറൊക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യണതായിട്ടൊക്കെ ഉള്ളു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ബോണറ്റ് ക്ലാമ്പ് പിടിപ്പിക്കാൻ പോവാണ്. അല്ല സോറി, ബോണറ്റില്ല, ബോണറ്റിന്റെ ഹിഞ്ചസ് പിടിപ്പിക്കാൻ പോവാണ്. അതിന് നമ്മളൊരു ഹിഞ്ചസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടെണ്ണം വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ബോണറ്റ്. അപ്പൊ ഇതിലാണ് നമുക്ക് ഈ ഒരു ഹിഞ്ചസിനെ ഇങ്ങനെ പിടിപ്പിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗത്തിന്റെ അകത്ത് പോണ രീതി. അതിന് വേണ്ടി നമ്മൾ രണ്ട് സൈഡിൽ നിന്നിന്റെ ഒരു 15 സെന്റിമീറ്റർ വീതം ആയിട്ട് മാറ്റി വെക്കണം. ഈ ഇവിടുന്ന് അതുപോലെ തന്നെ 15 സെന്റിമീറ്റർ. എന്നിട്ട് ഇതില് ഇവനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിറങ്ങണം. അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കിടക്കത്തക്ക രീതിയിൽ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തരാം. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ട കട്ട് ചെയ്ത്. ഇനി നമുക്കിവിടെ ഹിഞ്ചസ് ഇങ്ങനെ ഹിഞ്ചസ് പിടിപ്പിക്കണം. ഓക്കെ, സംഭവം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ ഹിഞ്ചസിനെ ഈ ഒരു ബോൾട്ടിലാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു ബോൾട്ട് നമ്മൾ ഈ ബോഡിയിൽ വെച്ച് വെൽഡ് ചെയ്യും. അതിലേക്ക് ഈ നട്ടും ബോൾട്ടും വെച്ചിട്ട് ഈ എന്താ പറയുക ബോണറ്റ് അഴിച്ച് മാറ്റാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുക. പറഞ്ഞു കുക്കറി ഷോ പോലെ അല്ലേ. ഓക്കെ, ഒരെണ്ണം സെറ്റായി. അപ്പൊ ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്യണേ ഉള്ളു. എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുകൊണ്ട് വന്നാലോ എന്ന് കരുതി നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളും വേണ്ടി. ഓക്കെ, രണ്ട് സെറ്റായി. ഇനി ഇതിനെ നമ്മൾ ഈ ബോഡിയിൽ വെച്ച് വെൽഡ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ ഒറ്റക്കുള്ള വീഡിയോ കാരണം അവിടെ കൊണ്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. പിന്നെ വന്ന് ഇതെടുത്ത് വെക്കണം. ഇത് ചടങ്ങ് പണിയാണ്. അത് കുഴപ്പമില്ല, നമുക്കിനൊന്ന് ജസ്റ്റ് വെൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ വളരെ വിജയകരമായെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മള് കണ്ണടയൊക്കെ വെച്ച് പരിഷ്കാരിയാ. അപ്പൊ വിജയകരമായെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബോണറ്റ് വെച്ച് ഇതാ
ബോണറ്റ്. ഓക്കെ, ജസ്റ്റ് ടാക്കിലാണ്, അധികമൊന്നും പൊക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ നമുക്ക് ഇവിടെ വെൽഡിയാനുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, അതായത് കേട്ടോ ഇവിടെ കമാൺ ഇതുണ്ട്. അതിവിടെ ഈ ഒരു ഗ്യാപ്പ് വരും. ഇവിടത്രയും ഭാഗം നമ്മൾ ഷീറ്റ് കയറി കവറാവും. പിന്നെ പോയിട്ട് ഈ ഒരു ഗ്യാപ്പ് വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് മടക്കാൻ നേരത്തെ കാണിച്ചുതരാം. ഇവിടെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ടച്ചാകാതിരിക്കാനായിട്ട് ഇത്രയെങ്കിലും ഗ്യാപ്പ് വേണം. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉള്ളത് ടച്ചാകാതെ ഇങ്ങനെ കവറായി പോകും. ഓക്കെ, ഇത് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പിനെ നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ബോണറ്റിൻ്റെ സാധനം സെറ്റായിട്ടുണ്ട്. കണ്ട ബോണറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഗ്യാപ്പൊക്കെ ഞാൻ അടച്ചായിരുന്നു കേട്ടോ. ഇതടച്ച് ബോണറ്റിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു സംഭവം ചെയ്തു. പിന്നെ ഈ ബാക്കിൽ ഇതടച്ച്. പിന്നെ ഇങ്ങോട്ട് വന്ന പണിയോട് പണിയാണ്. ഈശ്വര, നല്ലത് ചെയ്യുന്നവന് നല്ലത് മാത്രം പറ്റണേ. കണ്ട, ഇനി ഇവിടെ നിന്ന് ഇതേപോലത്തെ ഒരു കട്ടിങ് അറ്റം വരെ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, മേളിലും കൊടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡിക്കി ഡോർ. ഓക്കെ, ഇത്രയും സാധനം ഇന്ന് നമ്മൾ ചെയ്യണം. ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഈ ഡിക്കിയുടെ പരിപാടി ചെയ്യാം. ഡിക്കി ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫ്രെയിം അടിക്കണം. ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫ്രെയിം അടിക്കണം. പിന്നെ അതിന്റെ പുറത്ത് ഷീറ്റ് ഇടണം. പിന്നെ ഒരു ഹിഞ്ചസ്, ഇവിടെ ലോക്ക്. ഇത്രയും സാധനമാണ് ഡിക്കിയുടെ ഇതിനു വേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന് ഒരു കമ്പി കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിം നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ കമ്പിയുടെ ഷേപ്പ് നോക്കാനാണെങ്കിൽ ആദ്യം നമുക്ക് ഓക്കെ ഓക്കെ അപ്പൊ നമുക്കൊരു കമ്പി കെട്ടി തന്നിരുന്നാലോ. അപ്പൊ നമ്മൾ നോക്കിയത് നമ്മളിത് ഇതെന്താ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കണ്ട, അതേ അളവിലാ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒരു ഫ്രെയിം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഷീറ്റ് പിടിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഹിഞ്ചസ് പിടിപ്പിക്കണം. എങ്കിലേ നമുക്ക് തുറക്കിടക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ലോക്ക് സിസ്റ്റം, പിന്നെ ഒരു ഹാൻഡിൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണമാണ് അടുത്ത പരിപാടി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതും ചെയ്യാൻ കിടക്കണം. പിന്നെ മേളിൽ ചെയ്യാൻ കിടക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണം. ഭയങ്കര പരിപാടിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊളിക്കണം. എങ്ങനെയുണ്ട്? അപ്പം എങ്ങനെയാ ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഷീറ്റ് എടുക്കണം. ഷീറ്റ് എവിടെ? ഷീറ്റ് പുറത്താണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വന്നിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കാന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പം നിങ്ങൾക്കും ബോറടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പണിയല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കാണിച്ചത് കട്ട് ചെയ്യണതും മാർക്ക് ചെയ്യണതൊക്കെ കാണിച്ചത് നിങ്ങൾക്കും ഒരു ബോറടി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാം വലിച്ചു നീട്ടി കാണിക്കാത്തത്. അത് തന്നെ എല്ലാം വീഡിയോയിൽ കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇത്രയും വലിച്ചു നീട്ടി കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ. അതിന് എന്തിനാ വെറുപ്പിക്കണേന്ന് ഓർത്തിട്ടാണ് വലിച്ചു നീട്ടാത്തത്. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്തെടുത്ത് ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു കർവില്ല, ഈ ഒരു കർവിന് പാരലായിട്ട് തന്നെ നമ്മൾ ഈ ഷീറ്റിലും ചെറിയൊരു കർവ് കൊടുക്കും. ഇപ്പോൾ ഫ്ലാറ്റ് അല്ല കിടക്കണം. അപ്പോൾ ഫ്ലാറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി തോന്നത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെയും കൂടെ ഒന്ന് ചെറിയതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ വെച്ച് നമ്മളൊന്ന് സ്പോട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഷീറ്റ്. ചെറിയ കറവായിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ
സ്പോട്ട് ചേർത്താൽ മതി. ഓക്കെ, കണ്ട ഇങ്ങനെ വരും, ചെറിയൊരു കറവായിട്ടാണ് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റിനെ വെച്ചൊന്ന് സ്പോട്ട് ചെയ്ത് നിർത്താം. അമ്പടാ ഇതിന്റെ അടിയിലേക്ക് കൂടെ ആയിപ്പോയല്ലോ. പിന്നെ നമുക്ക് ഇതിനെ ഷീറ്റിനെ വെച്ചൊന്ന് സ്പോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം ലെവലായിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചേർത്താം. ഓക്കെ, അപ്പോൾ അതായി. ഇതുപോലെ നമുക്ക് എല്ലായിടവും ഒന്ന് സ്പോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പീസ് നമ്മൾ വെച്ച് ഇനി അതുപോലെ തന്നെ 2-3 കഷ്ണം കൂടെ വെക്കാനുണ്ട്. ഒന്നല്ലല്ല, 2 കഷ്ണം കൂടെ, അപ്പോഴല്ലേ 3ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടെ വെച്ചാലോ. ഓക്കെ, ബാക്കിയൊക്കെ ഏകദേശം തീർന്നു. ഇപ്പൊ തന്നെ ഏകദേശം മിനി കൂപ്പറിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. മോനെ കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, ഇത് ബാക്കിലോട്ടുള്ള ഈ പീസും കൂടെ വെച്ചാൽ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിനി കൂപ്പറിന്റെ ഈ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ബോണറ്റ് വരെ ആയിട്ടുള്ളൂ ഇന്നത്തെ വർക്ക്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു നല്ല വീഡിയോ ആയിട്ട് അതെന്ന് വെച്ചാൽ ഇതിന്റെ അടുത്തൊരു പാർട്ടായിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഇപ്പോഴും ഇന്ന് നമ്മുടെ തക്കുടുവിന്റെ പെരവാസ്തുലിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അവിടെ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണും വരെ ബൈ.